ക്രിസ്തുമസ് ഒരു മഹാത്യാഗത്തിൻ്റെ ഗാഥയാണ്. തൻ്റെ സ്വർഗീയ മഹിമകളും സ്ഥാനങ്ങളും നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദൈവം മനുഷ്യ സാദൃശ്യത്തിലായി തീർന്ന ചരിത്ര സംഭവം. ഇല്ലാത്ത ഭാവവും വല്ലാത്ത ഭാവവും ഭാവിക്കേണ്ടതിന് മീതെയുള്ള ഭാവവുമായി ജീവിതം നയിക്കുന്ന ഓരോരുത്തർക്കും അർത്ഥവത്തായ മനുഷ്യജീവിതത്തിന് ആവശ്യമില്ലാത്ത ആ ഭാവങ്ങൾ അഴിച്ചുവെക്കാനുള്ള ക്ഷണമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിൽ നാം ദർശിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹവും ദിവ്യകാരുണ്യവുമാണ്. സ്വന്തം കൂടപ്പിറപ്പുകളുടെ കൊച്ചു കൊച്ചു അപരാധങ്ങൾ പോലും പൊറുക്കുവാനും ക്ഷമിക്കുവാനും കഴിയാത്തവർക്ക് ക്രിസ്തുമസ് അർത്ഥവത്താകില്ല. ഈ ക്രിസ്തുമസിൽ കുറച്ചുകൂടെ വിനയമുള്ളവരാകാം. അനാവശ്യമായ ഭാവങ്ങൾ നമുക്ക് അഴിച്ചുവെക്കാം. ദൈവസ്നേഹത്തിൽ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും സെൻറ് തോമസ് എക്യുമെനിക്കൽ ഫെഡറേഷൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുതലിൻ്റെയും സ്നേഹോത്സവമാണ് ക്രിസ്മസ്. ക്രിസ്മസ് ദൈവത്തിൻ്റെ സ്വയം ദാനത്തിൻ്റെ തിരുനാളാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുതലിൻ്റെയും മാനവ ദർശനങ്ങളുടെയും പ്രകാശകിരണങ്ങൾ ഈ പ്രപഞ്ചത്തിലാകെ പ്രകാശിപ്പിക്കുവാൻ ഉണ്ണിയേശുവിൻ്റെ തിരുജനന നാളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. താങ്ക് യു. വേദവചനത്തിൻ പൊരുളിത കാലത്തികവതിൽ കാലിത്തൊഴുത്തിൽ കന്യകതൻ ഓമനയായി ചരിത്രത്തിൽ അവതരിച്ച സദ്വാർത്ത ദൂതവൃന്ദങ്ങളൊപ്പം ഞങ്ങളും ആലപിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ശാന്തി. വെടിഞ്ഞ പൊന്നുനാഥന്, സ്വർഗം വെടിഞ്ഞ പൊന്നുനാഥന്, ഓ ഓ ഗാനം ഹ